പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. നമുക്ക് വേദപുസ്തകം പരിശോധിച്ച് നോക്കുക, ഏകദേശം 6 മറിയമാരെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. മഗ്ദലക്കാരത്തി മറിയ എന്ന് പറഞ്ഞ, അതായത് മഗ്ദല പട്ടണത്തിൽ ജനിച്ചു വളർന്ന മഗ്ദലക്കാരത്തി മറിയ. ഈ മഗ്ദല പട്ടണം ഗലീല പട്ടണത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ്. അതുകൊണ്ടാണ് ഇവിടെ മഗ്ദലക്കാരത്തി മറിയ എന്നറിയപ്പെടുന്നത്. ലൂക്കോസിൽ സുവിശേഷം 7:31 ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. കൂടാതെ ലൂക്കോസ് സുവിശേഷത്തിൽ തന്നെ ലൂക്കോസ് പാപിയായ സ്ത്രീ എന്ന് പറയുന്നു. 8:2 പറയുന്നുണ്ട് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ. ഈ മഗ്ദലക്കാരത്തി മറിയ യേശുവിൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുകയും കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽപാദങ്ങൾ നനയ്ക്കുകയും മുടി കൊണ്ട് തുടയ്ക്കുകയും കാൽപാദങ്ങൾ ചുംബിക്കുകയും ചെയ്യുന്നു. അതായത് പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച മറിയ യേശുവിൻ്റെ സകല ശുശ്രൂഷകൾ യേശുവിനെ അനുഗമിക്കുന്ന, അതായത് പാപത്തിൽ നിന്ന് വിടുവിച്ച സ്വാതന്ത്ര്യം നൽകി ആ വീണ്ടെടുത്തതായിട്ടുള്ള ആ നന്ദി സൂചകമായിട്ടാണ് അവൾ ഹല്ലേലൂയ വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് ഹല്ലേലൂയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് കരയുകയാ. ആ പരിമള തൈലം ആ ഭവനത്തിൽ മുഴുവനും ഹല്ലേലൂയ നിറയ്ക്കുക ചെയ്തത്. അവൾ കാൽപാദങ്ങൾ ഹല്ലേലൂയ കരഞ്ഞ് അത് നനച്ച് അത് അവളുടെ മുടി കൊണ്ട് തുടച്ച് ഹല്ലേലൂയ. പ്രിയ മക്കളെ, എത്ര പേരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾക്ക് അത്രമാത്രം സ്നേഹം. എൻ്റെ പാപത്തിൽ 7 ഭൂതങ്ങൾ അടങ്ങി ഈ മറിയെ വിടുവിച്ച ആ സ്വാതന്ത്ര്യം ഓർത്താണ് യേശുവിലുള്ള ആ സ്നേഹം അവൾക്ക് വിട്ടുമാറുവാൻ കഴിഞ്ഞില്ല. യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയപ്പോഴും, അതായത് റോമൻ പടയാളികളുടെ യേശുവിൻ്റെ നേരെയുള്ള ആ ചാട്ടവാറടിയും ആ ആക്രോശപരമായിട്ടുള്ള ആ പറച്ചിലൊക്കെ കേട്ടപ്പോഴും മറിയ യേശുവിനോടുള്ള സ്നേഹത്തിലെ ഹല്ലേലൂയ ഒരു കുറവും വരുത്താതെ കൂടെ പോകുന്ന ഒരു മറിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നാലെ പോകുന്ന മറിയ ക്രൂശിനോടൊപ്പം യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുക. യോഹന്നാൻ ഒഴികെ സകല ശിഷ്യന്മാരും ഓടി ഒളിച്ചപ്പോഴും, അതായത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു നിന്നവർ വരെ മാറിപ്പോയപ്പോഴും ഹല്ലേലൂയ പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയുമോ? ഇല്ല, ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ് പോലും മാറിപ്പോയ സമയത്തും അവരോടൊപ്പം ഹല്ലേലൂയ യേശുവിനെ പിൻഗമിച്ച ആ ക്രൂശിനെ അനുഗമിച്ച ആ മഗ്ദലക്കാരത്തി മറിയ. നോക്കൂ പ്രിയ മക്കളെ, പല ശിഷ്യന്മാരും ഓടി ഒളിച്ചു. അവൾ യേശുവിൻ്റെ ക്രൂശിനോടൊപ്പം സ്വല്പം മാറി നിന്ന് എല്ലാം കാണുകയാണ്. ഹല്ലേലൂയ യേശുവിൻ്റെ ക്രൂശ് മരണം ഭയമില്ലാതെ നോക്കിക്കാണുന്ന സ്ത്രീ. യേശുവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തിലുള്ള, അതായത് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ അവസാന സ്നേഹം എന്ന് പറയുന്നത് ആ കല്ലറ വരെ മാത്രമാണ്. എന്നാൽ ഈ മറിയയുടെ സ്നേഹം കല്ലറയ്ക്കും അപ്പുറമായിരുന്നു. അത്രമാത്രം യേശുവിനോടുള്ള സ്നേഹം ഈ മറിയയ്ക്കുണ്ടായിരുന്നു. പലരും പേടി സ്വപ്നത്തോടെ കാണുമ്പോൾ, ഈ ക്രൂശുമരണത്തെ കണ്ടപ്പോൾ എല്ലാ ശിഷ്യന്മാരും മടങ്ങിപ്പോയപ്പോഴും മറിയ കുറേ നേരം അവിടെ കരഞ്ഞുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, മർക്കോസിൽ സുവിശേഷം 16:1 മുതൽ വായിക്കുമ്പോൾ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ അവളെ കല്ലറയ്ക്ക് സമീപം എത്തുന്നു. ഇവൾ ഇരുട്ടിനെ ഭയന്നില്ല. യേശുവിനോടുള്ള സ്നേഹം സകല ഭയത്തിൽ നിന്ന് അവളെ വിടുവിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു.
ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഹല്ലേലൂയ. നോക്കൂ, ഇരുട്ടോ ആ കല്ലറയോ ആ റോമൻ പടയാളികൾ അവിടെ നിൽക്കുന്നത് ഒന്നും ഇവൾക്ക് ഒരു പ്രയാസമായിട്ട് തോന്നില്ല, ഒരു ഭാരമായിട്ട് തോന്നില്ല. അവൾ യേശുവിനെ കാണണം, എൻ്റെ യേശുവിനെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ അവൾ ആ ഇരുട്ടുള്ളപ്പോൾ ആ കല്ലറയ്ക്കകത്തേക്ക് അടുക്കിലേക്ക് ചെല്ലുകയാണ്. യേശുവിനോടുള്ള സ്നേഹ ഹല്ലേലൂയ സകല ഭയത്തിൽ നിന്ന് അവളെ വിടിവിച്ച്. ഹല്ലേലൂയ. അവൾ നോക്കിയപ്പോൾ കല്ലുരുട്ടി മാറ്റിയതായി കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഏറ്റവും നുറുങ്ങിയതായി കാണുന്നു. ഹല്ലേലൂയ. അവൾ കരയുവാൻ തുടങ്ങി. കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കിയപ്പോൾ യേശുവിന്റെ ശരീരം കിടന്നെടുത്ത് 2 ദൂതന്മാരെ കാണുവാൻ സാധിച്ചു. പ്രിയ ദൈവമക്കളെ, അവർ അവളോട് നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് എനിക്കറിയില്ല എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ ആരെടുത്തുകൊണ്ട് പോയി, അവനെ ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞാണ് അവള് ഹല്ലേലൂയ കരയുന്നത്. ഈ കണ്ണുനീരിന്റെ മുന്നിൽ യേശുവിനെ പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. പ്രീതി മക്കളെ, യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവൾ മറിയേ എന്ന് വിളിച്ചു. ആ വിളി അവൾക്ക് മനസ്സിലായി, അവൾക്ക് അവന്റെ ശബ്ദം മനസ്സിലായി. ഹല്ലേലൂയ. ആ യേശു തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. നോക്കൂ, മറിയ തിരിച്ച് ഗുരു എന്നർത്ഥമുള്ള റെബുനി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ യേശുവിന്റെ ഹല്ലേലൂയ ശബ്ദം തിരിച്ചറിഞ്ഞ മാതിരി തന്നെ ഹല്ലേലൂയ റെബുനി എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഗുരു എന്നർത്ഥമുള്ള റെബുനി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അത്രമാത്രം സ്നേഹമായിരുന്നു മറിയയ്ക്ക് യേശുവിനോട്. ഹല്ലേലൂയ. നാം പേടിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ യേശു നമ്മുടെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. നാം പേടിച്ചരണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ അടുക്കൽ വരുവാൻ യേശു മാത്രമേ ഉള്ളൂ. യേശുവിനെ സ്നേഹിക്കുന്ന ആരെയും യേശു മാറ്റി നിർത്തുകയില്ല. എവിടെയും ഏതു നേരത്തും ഏത് സന്ദർഭങ്ങളിലും നമ്മുടെ അടുക്കലേക്ക് വരുന്നതും നമുക്ക് പേടി കൂടാതെ ചെന്നെത്തുവാൻ സാധിക്കുന്നതുമായ ഒരിടമുണ്ടെങ്കിൽ അത് യേശുവിന്റെ അടുക്കൽ മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എത്രമാത്രം വലിയ ചിന്തയാണ് നമുക്ക് മഗ്ദലക്കാരത്തി മറിയ നൽകി തന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ക്രൂശെടുത്ത് നാം യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, ദൈവം അവർക്ക് വിടുതൽ നൽകും. ഹല്ലേലൂയ. യേശു നമ്മെ പാപത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 8:36 പറയുന്നുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പ്രിയ മക്കളെ, എപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്, നാം സ്വതന്ത്രരാണ്. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഏകാന്തത അനുഭവിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും യേശുവിന്റെ ക്രൂശിനെ പിൻഗമിക്കുന്നവരായി ഹല്ലേലൂയ മഗ്ദലക്കാരത്തി മറിയ ഭയപ്പെടാതെയാണ് ക്രൂശിനെ അനുഗമിച്ചത്. ഹല്ലേലൂയ. ആ ദൈവിക സുവിശേഷം നിർവഹിക്കുവാൻ അവൾക്കിടയായിത്തീർന്നു. നമുക്കും ഭയം കൂടാതെ യേശുവിനെ പറ്റി പറയുവാൻ, യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു, യേശു രക്ഷകനാണ്, അത് നമുക്കും പറയാം. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. പ്രിയ മക്കളെ, ഇന്ന് പല ഹല്ലേലൂയ സംഭവങ്ങളും നാം കേൾക്കുന്നുണ്ടല്ലോ. യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഹല്ലേലൂയ അവരെല്ലാം സഹിക്കുന്നത്. പലയിടങ്ങളിലും പലവിധമായ ഹല്ലേലൂയ ആ ആക്രമങ്ങൾ, ഹല്ലേലൂയ ദണ്ഡനങ്ങൾ പല ദൈവമക്കളൊക്കെ അനുഭവിക്കുമ്പോൾ എൻ്റെ യേശുവിനോടുള്ള സ്നേഹം ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഭയത്തോടെ ഇരിപ്പാനല്ല, ആ ഭയത്തെയൊക്കെ പുറത്താക്കി കളയുന്ന യേശുവിനെ നമുക്ക് ഉയർത്തി കാണിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് ഹല്ലേലൂയ കർത്താവ് വചനം കേൾക്കുന്ന ജീവിതങ്ങളിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകരം ഹല്ലേലൂയ. ആരെങ്കിലും ഭയത്തോടെ എൻ്റെ അപ്പനെ സുവിശേഷീകരിപ്പാൻ ഇരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവർക്ക് ഭയം മാറി യേശുവിന്റെ ക്രൂശിനെ അനുഗമിക്കുന്നവരായി തന്നെ തീരുവാൻ ദൈവം സഹായിക്കണമേ. ഈ നാളുകളിൽ ഭയത്തോടെ ഇരിപ്പാനല്ല കർത്താവേ ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രവർത്തിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് കർത്താവ് ഓരോ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you all. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.